രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഗ്യാസ് കാരണം വയറ് വീർത്ത് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാൽ നെഞ്ചിടിച്ചിൽ, ഏമ്പക്കം, വയറ് വീർക്കുന്ന പോലെയുള്ള ബുദ്ധിമുട്ട്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു 5 കാര്യങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ശീലമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഫാത്തിമ തഷ്ന ഫ്രം ഡോക്ടർ ഹിബ സരോവിയ ക്ലിനിക് പെരിന്തൽമണ്ണ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്? പലപ്പോഴും ഈ തിരക്കേറിയ ജീവിത സാഹചര്യത്തിൽ പെട്ടെന്ന് ഫുഡ് കഴിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ സംസാരിച്ച് നല്ല രീതിയിൽ ചവച്ചിറക്കാതെ ഫുഡ് ഇറക്കുന്നവരായിരിക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ കൂടുതലായിട്ട് എയർ നമ്മൾ ഉള്ളിലോട്ട് എടുക്കുകയാണ്. ഇത് ഗ്യാസ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ദഹന പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യുന്നത് വായിൽ നിന്നാണ്. അപ്പോൾ നല്ല രീതിയിൽ ഫുഡ് ചവച്ചിറക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരം ബുദ്ധിമുട്ടുള്ളവർ ഫുഡ് നല്ല രീതിയിൽ ചവച്ചിറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ചിലർക്ക് ചില ഭക്ഷണങ്ങൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ പയറ് വർഗ്ഗങ്ങൾ, ചിലർക്ക് ക്യാബേജ്, അമിതമായിട്ടുള്ള മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്കൊക്കെ വയറിന് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. കോൺസ്റ്റിപ്പേഷൻ അനുഭവിക്കുന്നവർക്ക്, മലബന്ധം അനുഭവിക്കുന്നവർക്ക് ഇതുപോലെ കുടലിൽ ഗ്യാസ് കെട്ടിക്കിടന്ന് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഗട്ട് ഡിസ്ബയോസിസ് ആണ്. അതായത് നമ്മുടെ ദഹന പ്രക്രിയയെ ഹെൽപ്പ് ചെയ്യുന്ന കോടിക്കണക്കിന് ബാക്ടീരിയാസ് കുടലിലുണ്ട്. നല്ല ബാക്ടീരിയാസ് ഉണ്ട്, ചീത്ത ബാക്ടീരിയാസ് ഉണ്ട്. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു കാലത്തെ ജീവിത രീതി കൊണ്ട് ചീത്ത ബാക്ടീരിയാസിൻ്റെ അളവ് കൂടുകയും നല്ല ബാക്ടീരിയാസിൻ്റെ അളവ് കുറയുകയും ചെയ്യുമ്പോൾ ആ ഒരു ബാലൻസ് നഷ്ടപ്പെടുമ്പോൾ പല രീതിയിലുള്ള ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗട്ട് ഡിസ്ബയോസിസ് ഉണ്ടാവുന്നത്? ഒന്നാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗം കുറച്ച് കൂടുതലായിട്ടുള്ള പ്രോസസ്ഡ് ഫുഡ്, എണ്ണ പലഹാരങ്ങൾ, മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു ഗട്ട് ഡിസ്ബയോസിസ് ഉണ്ടാവുന്നത്. അതുകൂടാതെ തന്നെ ആൻറ്റിബയോട്ടിക്സുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം, ഡോക്ടറെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ, ഡോക്ടർ നിർദ്ദേശം ഇല്ലാതെ ചെറിയ അസുഖങ്ങൾക്ക് പോലും കൂടുതലായിട്ട് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നവരിൽ ഇങ്ങനെ ഇതുപോലെയുള്ള ഗട്ട് ഡിസ്ബയോസിസ് ഉണ്ടാവാറുണ്ട്. കൂടാതെ പുകവലി, മദ്യപാന ശീലമുള്ളവർ, അതുപോലെ തന്നെ ഗട്ട് ബ്രെയിൻ ആക്സസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാവുന്ന സമയത്ത്, അതല്ലാന്നുണ്ടെങ്കിൽ മതിയായ രീതിയിൽ ഉറക്കം ലഭിച്ചില്ല എങ്കിൽ ഇതെല്ലാം ഈ ഒരു ഗട്ട് ഡിസ്ബയോസിസിന് കാരണമാവുന്നുണ്ട്. നമ്മുടെ കുടലിലുള്ള ചീത്ത ബാക്ടീരിയാസ് കൂട്ടും. അത് ഭക്ഷണങ്ങളൊക്കെ ഫെർമെൻറ്റ് ചെയ്ത് അമിതമായിട്ടുള്ള ഗ്യാസ് ഫോർമേഷന് വേണ്ടി ഇത് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഗട്ട് ഡിസ്ബയോസിസ് കാരണം സ്ഥിരമായിട്ടുള്ള ബ്ലോട്ടിംഗ് ഇഷ്യൂസ്, പുളിച്ചു തേട്ടൽ, ഗ്യാസിൻ്റെ പ്രോബ്ലം, കോൺസ്റ്റിപ്പേഷൻ, ഇത്തരം ലക്ഷണങ്ങളൊക്കെ കാണുകയെന്നുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു പ്രധാന കാരണം ഈ ഗട്ട് ഡിസ്ബയോസിസും ഈ തെറ്റായിട്ടുള്ള ഭക്ഷണ രീതികളുമാണ്. ഈ ഗട്ട് ഡിസ്ബയോസിസിന്, അതായത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? മെയിനായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള, നാരുകൾ അടങ്ങിയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ജ്യൂസ് അല്ലാതെ നിങ്ങൾ റോ ആയിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സുകളുടെ ഉപയോഗം ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം അത്യാവശ്യ സമയങ്ങളിൽ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുക. കൂടാതെ പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, നാച്ചുറലി പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് തൈര്, മോര്, പണ്ടൊക്കെ യൂസ് ചെയ്തത് പോലെ പഴങ്കഞ്ഞി, അതുപോലെയുള്ള ഭക്ഷണങ്ങൾ. പിന്നെ കൂടാതെ പ്രീബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഈ ഉള്ളികളിൽ, അതായത് വെളുത്തുള്ളി, പിന്നെ സവാള, പിന്നെ പഴം, അവക്കാഡോ, ആപ്പിൾ ഇതുപോലെയുള്ള ഭക്ഷണങ്ങളിൽ പ്രീബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് കുടലിലുള്ള നല്ല ബാക്ടീരിയ വളർത്താൻ വേണ്ടി ധാരാളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ ഒരു 5 കാര്യങ്ങൾ ശീലമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഈ ചായ, കാപ്പി കുടിക്കുന്നതിന് പകരം ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് ഈ ദഹന പ്രക്രിയ ഒന്ന് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിൽ കുറച്ച് ചെറിയ രീതിയിൽ നാരങ്ങാനീരോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും.
അത് നിങ്ങളെ ദഹനം ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഈ നാരങ്ങാനീര് ചേർക്കുന്നത് ചിലർക്ക് ഒന്നുകൂടി ഈ അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുകൾ കൂടാൻ വേണ്ടിയിട്ട് കാരണമാവാറുണ്ട്. അപ്പം അത്തരം ആളുകൾ അത് ഒഴിവാക്കിയിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്നത് ഈ ഒരു ദഹന പ്രക്രിയ സുഗമമാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ചെറിയ എക്സസൈസുകൾ, ലൈറ്റ് സ്ട്രെച്ചിങ് എക്സസൈസോ അല്ലെങ്കിൽ ഡെയിലി ഒരു 10-20 മിനിറ്റ് ചെറിയ രീതിയിൽ നടക്കുന്നതോ ഈ ഒരു ദഹന പ്രക്രിയ നിങ്ങൾക്ക് സുഗമമാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഇന്നത്തെ ഒരു ജീവിതശൈലി എന്ന് പറയുന്നത് യാതൊരുവിധ എക്സസൈസും ഇല്ലാതെ ഒരുപാട് നേരം ഇരിക്കുന്ന പ്രകൃതമുള്ള ആളുകളായിരിക്കും. അപ്പോൾ ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് ഈ കുടലിലെ മോട്ടിലിറ്റി കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അത് കാരണമായിട്ട് നല്ല രീതിയിൽ മോഷൻ പോവാനും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ കുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഗ്യാസ് കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. മൂന്നാമതായിട്ട് പറയുന്നത് നിങ്ങൾ ഭക്ഷണത്തെ, പ്രഭാത ഭക്ഷണം പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. കൂടുതൽ മസാലകളോ അല്ലെങ്കിൽ എരിവോ ഉള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിൽ പുഴുങ്ങിയ ഏത്തപ്പഴം അല്ലെങ്കിൽ മുട്ട, അതല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി പോലെയുള്ള, ഓട്സ് പോലെയുള്ള പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. ഇത് നിങ്ങളെ ദഹനം സുഗമമാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നാലാമതായിട്ട് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. തൈര്, മോര് അല്ലെങ്കിൽ ജീരക വെള്ളം, പഴങ്കഞ്ഞി വെള്ളം, ഇതെല്ലാം പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ളതാണ്. നിങ്ങളെ ഡൈജഷൻ ഒന്ന് സുഗമമാക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അഞ്ചാമതായിട്ട് പറയുന്നത് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ്, പ്രത്യേകിച്ച് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എക്സസൈസ്. അതായത് നിങ്ങൾ വയറ് നന്നായിട്ട് വീർക്കുന്ന രീതിയിൽ ശ്വാസം ഉള്ളിലോട്ടെടുത്ത് പുറത്ത് വിടുക. നല്ല ഡീപ്പായിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസുകൾ. ഇത് കെട്ടിക്കിടക്കുന്ന ഗ്യാസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഡൈജഷന് വേണ്ടിയിട്ടും ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ മോർണിംഗ് റുട്ടീനിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാസിൻ്റെ സ്ഥിരമായിട്ടുള്ള പ്രശ്നം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും. കൂടാതെ നിങ്ങളെ ഭക്ഷണ രീതികളിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഗ്യാസ്, വൈറസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഫാത്തിമ തഷ്ഫിന ഫ്രം ഡോക്ടർ ഹിബാസ് ആരോഗ്യ ക്ലിനിക്, പെരിന്തൽമണ്ണ.